പാരാസൈക്കോളജി എന്ന് പറയുന്നത് എന്നും സമൂഹത്തിനിടയിൽ വളരെയധികം താല്പര്യമുള്ള ഒരു വിഷയമാണ്. അതിന് നമ്മളുടെ കൂടെ ഇന്ന് സംസാരിക്കാനുള്ളത് കണ്ണൂരിലെ കേരളത്തിലെ തന്നെ പ്രശസ്തനായ ഡോക്ടർ ഇ താഹിർ സാറാണ്. സാർ സ്വാഗതം. സാർ, എൻ്റെ ആദ്യ ചോദ്യം സൈക്കിക് പവേഴ്സിനെ കുറിച്ചാണ്. പാരാസൈക്കോളജിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ആൾക്കാർക്ക് വളരെയധികം താല്പര്യമുള്ളതാണ് സൈക്കിക് പവേഴ്സ്. അപ്പോൾ എന്താണ് സൈക്കിക് പവേഴ്സ്? സൈക്കിക് പവേഴ്സ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആരംഭകാലങ്ങളിൽ തന്നെ ഉള്ള ഒരു പ്രതിഭാസമാണ്. ശരിക്കും സൈക്കിക് പവർ എന്ന് പറയുന്നത് തെറ്റാണ്. സൈക്കിക് എബിലിറ്റി, അതാണ് കറക്റ്റ് ഇട്ടുള്ളത്. അപ്പോൾ ആ എബിലിറ്റി നമ്മൾ ഇൻബോൺ ആയിട്ടുള്ളതാണ്. അതിന് ഓരോരുത്തരുടെയും സൈക്കിക് എബിലിറ്റി വ്യത്യസ്തമായിട്ടുണ്ട്. അത് അവരുടെ ജനറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. ജനറ്റിക് ഫാക്ടർ ഈ സൈക്കിക് ആയിട്ട് വളരെയധികം കണക്ഷനുണ്ട്. എപ്പോഴെല്ലാം നമുക്ക് സൈക്കിക് പവേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് പഠിക്കണമെങ്കിൽ അതിൽ ജനറ്റിക്കും കൂടി ഉൾപ്പെടണം. അല്ലാത്ത ആൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. തീരെ സൈക്കിക് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അവരുടെ ജനറ്റിക് ഫാക്ടർ വളരെ മോശമായിരിക്കും. അപ്പോൾ ആ ബേസിൽ സൈക്കിക് എന്ന് പറയുന്നത് തന്നെ വളരെ ചിന്താത്മകമായ ഒരു വിഷയമാണ്. ഇന്ന് അത് മതങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൈക്കിക് പവേഴ്സിനെ ഒരു ദൈവികമായിട്ടും ഒരു ആത്മീയമായിട്ടും ഒരു പരിവേഷം കൊടുക്കുന്നുണ്ട് നമ്മുടെ ഭാരതത്തിൽ, വിശിഷ്യ കേരളത്തിൽ. പക്ഷേ ഈ സൈക്കിക് പവേഴ്സിനെ പറ്റി ഒരു സയൻറ്റിഫിക്കലായിട്ട് പഠനം നടത്തുന്നത് സോവിയറ്റ് റഷ്യയാണ്. സോവിയറ്റ് റഷ്യയാണ് ഇതിന് എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് സൈക്കിക് പവേഴ്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എന്താണ് സൈക്കിക് പവേഴ്സ് എന്ന് ആധികാരികമായിട്ട് ഇന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോവിയറ്റ് റഷ്യ. അപ്പോൾ സാർ, ഈ സൈക്കിക് പവേഴ്സ് അതുപോലെ തന്നെ എനർജി, ഇത് പലപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ഒരു സംശയം ഉണ്ടാകും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം. അപ്പോൾ ഈ സൈക്കിക് പവേഴ്സും എനർജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സൈക്കിക് പവേഴ്സും എനർജിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനർജി നമ്മുടെ ബോഡിയിൽ കോശങ്ങളിലുള്ള മൈക്രോകോണ്ടിൽ നിന്നാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അഡ്നോൺ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞൊരു ഘടകം മൈക്രോകോണ്ടിലുണ്ട്. അത് നമ്മുടെ ഫോസ്ഫേറ്റാണ്. ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിജനും ഫോസ്ഫറസും കുടിക്കുന്നതാണ് ഫോസ്ഫേറ്റ്. ആ മോളിക്കൂളാണ് നമ്മുടെ മൈക്രോകോണ്ടിലുള്ള എനർജി ആയിട്ട് മാറുന്നത്. അത് ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും ഈ മൈക്രോകോണ്ടിലുള്ളതുകൊണ്ട് അത് സൈക്കിക് പവറായിട്ട് യാതൊരു ബന്ധമില്ല. ഈ എനർജി ലെവൽ അറിയണമെങ്കിൽ രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് നമുക്ക് ഫുഡിൽ കൂടി കിട്ടും, ഒന്ന് നമ്മുടെ വായുവിൽ കൂടി നമ്മുടെ ഓക്സിജൻ. ഫുഡിൽ കൂടിയും ഓക്സിജൻ കിട്ടും. ഓക്സിജൻ കൂടി ഉണ്ടാകാൻ മാത്രമേ ഫോസ്ഫേറ്റ് ആവുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് എനർജി ഉണ്ടാകുന്നത്. അതും സൈക്കിക് പവറായിട്ട് യാതൊരു ബന്ധമില്ല. എപ്പോഴെല്ലാം നമ്മുടെ എനർജിക്ക് വ്യതിയാനം വരുന്നു, അതിനനുസരിച്ച് ഒന്ന് നമ്മുടെ ഭക്ഷണത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ. അതുപോലെ തന്നെ പൊതുവെ ആൾക്കാർ എപ്പോഴും പറയുന്ന കാര്യം പാരാസൈക്കോളജി പ്രേതത്തെ തേടി പോകുന്നു, ആത്മാവിനെ തേടി പോകുന്നു. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യമാണ് അടുത്തത്. ഏതെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയിൽ രൂപമുള്ളതോ ഇല്ലാത്തതോ ആയ ആത്മാവെന്നൊക്കെ ആളുകൾ വിളിക്കുന്ന സൈക്കിക് പവേഴ്സിനെ നേരിൽ കണ്ടിട്ടുണ്ടോ? സൈക്കിക് പവേഴ്സ് നേരിൽ കാണാൻ അനുഭവിച്ചിട്ടുണ്ട്. സൈക്കിക് പവേഴ്സ് നേരിൽ കാണുകയല്ല. എനർജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് നേരിൽ കണ്ടെന്ന് പറയാൻ പറ്റും. കാരണം നമ്മുടെ അനുഭവങ്ങളാണ്. സൈക്കിക് നമ്മൾ ഓരോ വ്യക്തിയിൽ അധിഷ്ഠിതമാരാണ്. അതുകൊണ്ട് അത് കാണാനൊന്നും പറ്റില്ല, അത് അനുഭവിച്ചറിയാൻ പറ്റും. ജോലിയിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ ഒരു അനുഭവമോ കേസോ ഉണ്ടായിട്ടുണ്ടോ? നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സൈക്കിക് ലെവലിലേക്ക് പഠിക്കുന്ന ആളുകൾക്ക് ഒരു ഭയം ഉണ്ടാവില്ല, അതൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഓരോ അനുഭവങ്ങൾ സ്വന്തമായിട്ടുണ്ടായിട്ടുണ്ട്. നിരവധി ആളുകളെ ഞാൻ ഇതിന് പരീക്ഷണ വിധേയമാക്കിയിട്ടുണ്ട്. അതിന് ധാരാളം എൻ്റെ കയ്യിലുണ്ട്. മാത്രമല്ല, ഈ സൈക്കിക് പവർ വരെ മീഡിയം എന്നാണ് യൂറോപ്പ് പറയുന്നത്. മീഡിയം ഇവിടെയാണ് അത് മറവരിച്ചുകൊണ്ട് അതിനെ ദൈവികമായിട്ട് കാണുന്നത്. അതിനാണ് ആത്മാവ് എന്ന് പറയുന്നത്. സത്യത്തെ ആത്മാവെന്ന് പറഞ്ഞ സാധനമില്ല. അത് നമ്മൾ പഴയ പാരമ്പര്യമായിട്ടുള്ള ഒരു വിശ്വാസമാണ്. ശരിക്കും പറഞ്ഞാൽ സൈക്കിക് എബിലിറ്റിയാണ് ഉള്ളത്, പവറല്ല എബിലിറ്റി. ആ എബിലിറ്റി ഡിഫറെന്റ് കൈൻഡ്സ് ആയിരിക്കും. ഒരാളുടെ മരണശേഷം ആ ശരീരം വിട്ട് ഒരു സൈക്കിക് പവർ പുറത്തേക്ക് വരുമോ? ഈ പുറത്തേക്ക് വരിക എന്നൊക്കെ പറയുന്ന പ്രയോഗം ഒരു തെറ്റായ പ്രയോഗമാണ്. പുറത്തകത്തൊന്നുമില്ല. സൈക്കിക് പവേഴ്സ് നമ്മുടെ മെറ്റീരിയൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. ആക്ച്വലി ആയിട്ട് അങ്ങനെ ഒരു പവർ ഇല്ല, ഇതില്ലാത്തതുകൊണ്ട് ആ എബിലിറ്റിയാണ് ഉള്ളത്. അത് നമ്മുടെ ശരീരത്തിൽ മുഴുവനും ഓറ എന്ന് പറയും. ഓറ എന്നാണ് സാധാരണ നമ്മുടെ പഴയ ചരിത്രം. നമ്മുടെ അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ബോഡിയിൽ മുഴുവനുണ്ട്. അതിന്റെ വൈബ്രേഷനാണ്.
ആ വൈബ്രേഷൻസ് എപ്പോഴാണ് ഡിസപ്പിയർ ആവുന്നത് അപ്പോഴാണ് നമ്മൾ മരിച്ചു എന്നുള്ള ഡിക്ലറേഷൻ ആകുന്നത്. പക്ഷെ ചില ആളുകൾക്ക് വർഷങ്ങളോളം ആ വൈബ്രേഷൻ അന്തരീക്ഷത്തിലുണ്ടാവും. അത് ചില വീക്കായിരിക്കുന്ന ആളുകളെ സൈക്കിക് പവേഴ്സ് അല്ലെങ്കിൽ സൈക്കിക് എബിലിറ്റി വീക്കായ ആളുകൾ അത് ചിലപ്പം ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരെ അതിന് നമുക്ക് നല്ലൊരു സൈക്കിക് പവറുള്ള ആൾക്കാരെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. സിനിമയിലും പുസ്തകങ്ങളിലും ഒക്കെ കാണുന്ന പോലെ ഭാവനയിൽ മെന്നെടുക്കുന്ന ഒന്നാണോ സൈക്കിക് പവേഴ്സ്, അതോ മറ്റൊരാൾ ഉപദ്രവിക്കാൻ പോലും കഴിയുന്ന അത്രയും ശക്തിയുള്ള ഒന്നാണോ? ഇത് മതങ്ങൾ ഉണ്ടാക്കിയൊരു ബിസിനസ് തന്ത്രങ്ങളാണ്. സത്യത്തിൽ അങ്ങനെ സൈക്കിക് പവേഴ്സ് എന്ന് പറഞ്ഞാൽ സൈക്കിക് എബിലിറ്റി അങ്ങനെ മാറ്റിയെടുക്കാനോ കൂട്ടിച്ചേർക്കാനോ കഴിയില്ല. അത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ളതാണ്. അത് സോവിയറ്റ് റഷ്യ അതിനെപ്പറ്റി ഗവേഷണം നടത്തുകയും പഠനം നടത്തുകയും അങ്ങനെ അന്തരീക്ഷത്തിലുള്ള സൈക്കിക് എബിലിറ്റി ഉള്ളവരെ അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഉപകരണത്തിന്റെ ഉണ്ട്. അത് സോവിയറ്റ് റഷ്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു കേസ് അറ്റൻഡ് ചെയ്ത മൂലം ആ കേസ് പിന്നെ ലൈഫിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്ന രീതിയിൽ തോന്നിയിട്ടുണ്ട്? കേസ് അറ്റൻഡ് ചെയ്തിട്ട് ലൈഫിനെ ബാധിക്കുന്ന സ്വന്തം ജീവിതത്തിന് തോന്നിയിട്ടില്ല. അത് കുറച്ചുകൂടി കരേജ് കൂടുതലായിരിക്കുന്നു. ധൈര്യം കൂടുന്നതാണ്. ധൈര്യം നമുക്ക് മനസ്സിലാവേണ്ടത് തെറ്റായ ഫാൾസ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ഇതൊക്കെ ആവശ്യമില്ലാത്തതാണെന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പലപ്പോഴും സിനിമകളിലൊക്കെ കാണുന്ന പോലെ അവർ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരിക്കാം. പക്ഷെ ഒരു ചോദ്യം, അടങ്ങാത്ത പകയും ആഗ്രഹവും വെച്ച് ഒരാൾ മരണപ്പെട്ടു പോവാണെങ്കിൽ അയാളുടെ സൈക്കിക് പവേഴ്സ് നമ്മുടെ ഭൂമിയെ വിട്ട് പൂർണ്ണമായും പോവില്ല എന്ന് പറയുന്നു. പല ആചാരങ്ങളിലും പറയുന്നു, വിശ്വാസങ്ങളും പറയുന്നു. അത് സത്യമാണ്? അത് സത്യമാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമേ തെറ്റുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിരവധി തെളിവുകൾ ഈ സംബന്ധമായിട്ടുണ്ടായിരുന്നു. ഞാനിതിനെ സംബന്ധിച്ച് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു പാരാസൈക്കോളജി വെളിപ്പെടുത്തൽ, ഫാക്ട് അബൌട്ട് സൈക്കോളജി ആൻഡ് പാരാസൈക്കോളജി എന്ന 2 പുസ്തകത്തിലും ഞാൻ കാര്യം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. 2 പേര് ഒരു അപകടത്തിൽപ്പെടുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്ന ചില കേസുകളിൽ മരണപ്പെടാത്ത രക്ഷപ്പെട്ട ആൾ പിന്നീട് സമാനമായ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നതായിട്ട് അത് സംഭവിക്കാം. അവിടെ കാണുന്നത് നമ്മുടെ ഈ സൈക്കിക് വൈബ്രേഷൻ അന്തരീക്ഷത്തിലുണ്ട് എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ചിട്ടും നിരവധി ഗവേഷണവും പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ നിരവധി പഠനങ്ങൾ നടത്തിയ റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ നമ്മുടെ മനസ്സിന്റെ ഫുൾ പൊട്ടൻഷ്യൽ, നമ്മുടെ മനസ്സിന്റെ ശക്തിയെ കൂടുതൽ നമുക്ക് അതിന് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? മനസ്സെന്ന് പറയുന്നത് ഒരു ഭാവനാത്മകമായ പ്രയോഗമാണ്. അങ്ങനൊന്നുമില്ല. സൈക്കിക് മാത്രമേ ഉള്ളൂ. അതായത് കോൺഷ്യസും സബ് കോൺഷ്യസും 2 ലെവലേ ഉള്ളൂ. അതിനാണ് പിന്നീട് മനസ്സെന്ന് പറയുന്നത്. സത്യസ് മനസ്സെന്ന് പറയുന്ന പ്രയോഗം തെറ്റാണ്. നമുക്ക് അതിനെ ഇംപ്രൂവ് ചെയ്യാൻ നല്ല രീതിയിൽ അതിന്റെ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കഴിയും. കാരണം നമ്മൾ സബ് കോൺഷ്യസ് ആയിട്ട് ബന്ധമുള്ളതുകൊണ്ട് കോൺഷ്യസ് ലെവലുള്ള കാര്യങ്ങൾ നമ്മൾ സബ് കോൺഷ്യസിൽ പ്രോഗ്രാമിംഗ് ആവുകയും അതിന് നമ്മൾ ശ്രമം നടത്തി കഴിഞ്ഞാൽ ഒരു ഭാഗം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ സത്യമാണ്? അതെ, സത്യമാണ്. ആസ്ട്രൽ ബോഡി ട്രാവൽ ചെയ്ത ആൾക്കാരുണ്ട്. ഡോമിസാൻ രാംബ എന്ന് പറയുന്ന തിബറ്റുകാരനാണ് ഈ ആസ്ട്രൽ പ്രൊജക്റ്റും പല ആത്മാക്കൾ പോയി പറയുന്നതിനെ പറ്റി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഡോക്ടർ U4 എന്നുള്ള പുസ്തകത്തിൽ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പലപ്പോഴും കാണുന്ന പല അന്ധവിശ്വാസികളാണെങ്കിലും അല്ലെങ്കിൽ ആൾ ദൈവങ്ങളാണെങ്കിലും ഇവര് കാണിക്കുന്ന ചില കാര്യങ്ങൾ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ചിലപ്പോൾ മാജിക് എന്ന് പറയുന്നു, അത് വിശ്വസിക്കുന്ന ആൾക്കാരുകൾ. ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്ന് സാറിന് തോന്നുന്നു? ഇതിലൊന്നും സത്യമില്ല. ഇതൊക്കെ ആളുകളെ ഒരു കോമൺ ആയിരിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമ്പ്രദായം മാത്രമാണ്. എൻ്റെ അനുഭവത്തിൽ ഇത്തരത്തിലുള്ള ഫിനോമിനുള്ള ആളുകളെ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും ഒരു മതപരമായ പരിവേഷം കൊടുക്കാതെയോ ഒന്നും ചെയ്യാതെ തന്നെ ചെയ്തിട്ടുണ്ട്. പാരാസൈക്കോളജിയിൽ സാറിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്സ് ഏതൊക്കെയാണ്? ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത പുസ്തകം സോവിയറ്റ് റഷ്യയിലുള്ള സൈക്കിക് ഡിസ്കവറി ബിഹൈൻഡ് അയൺ കർട്ടൻ എന്ന പുസ്തകം. 1000 പേജുള്ള ഒരു പുസ്തകമാണ്. അതിലാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് സൈക്കിക് പവേഴ്സ്, അതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുക, ഇതൊക്കെ തന്നെ വിശദമായ നിലയിൽ പഠനം നടത്തിയിരിക്കുന്ന ഒരു മഹത് ഗ്രന്ഥമാണ്. അതാണ് എന്നെ ഏറ്റവും വശീകരിച്ചത്. മറ്റൊരു ലോക്ചന്ദ്രനോട് U4 നമ്മൾ മരിക്കുന്നില്ല, നമ്മൾ ചേഞ്ച് ആവുന്നേ ഉള്ളൂ. നമ്മുടെ അന്തരീക്ഷത്തിൽ ഈ സൈക്കിക് വൈബ്രേഷൻസ് ഉണ്ടായിരുന്നു. അത് ചില വ്യക്തികളിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുമെന്ന് കണ്ടെത്തിയത് യൂറിയിലർ. പിന്നൊന്ന് യൂറിയിലറാണ് സൈക്കിക് പവേഴ്സിനെ പറ്റിയുള്ള നല്ലൊരു പഠനം നടത്തിയിട്ടുള്ളത്. അത് ലോകത്ത് ഇന്ന് അറിയപ്പെടുന്ന ഒരു പുസ്തകമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് 3 മാത്രമല്ല, നിരവധി പുസ്തകങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ലൈബ്രറിയിലുണ്ട്. നമ്മളിപ്പോ എത്രത്തോളം ആധുനിക സമൂഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെടുത്തിയില്ല ഇപ്പോൾ കാണുന്ന നരബലികളാണെങ്കിലും അതുപോലെ സാത്താൻ സേവ,
പലതരത്തിലുള്ള റിച്വൽസും നമുക്കിപ്പോൾ അത് സൈക്കോളജിയായിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്ഷൻസ് ഉണ്ടോ? സൈക്കോളജിയായിട്ട് യാതൊരു ബന്ധമില്ല, പാരാസൈക്കോളജിയായിട്ട് യാതൊരു ബന്ധമില്ല. ഇത്തരം കുറേ സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമകളിലും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയത്തിലൊക്കെ ഇന്നത് വളരെയേറെ വാർത്താ പ്രാധാന്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അപകടമാണ്. ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഗുൽസാറ്റ് നന്ദ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ വേണ്ടി സോവിയറ്റ് റഷ്യയുടെ സഹായത്തോട് റിസർച്ച് ചെയ്യാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കി. അതിന് സൈക്കിക് റിസർച്ച് സെൻറ്റർ പറഞ്ഞുകൊണ്ടൊരു ഉണ്ടാക്കി. അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായിരിക്കുന്ന വ്യക്തിയായിരുന്നു ബെർക്കലെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു പഠനം നടത്തിയത്. അതിൽ കുറേ അനുഭവങ്ങൾ നിത്യചൈതന്യയുടെ ഭാരതീയ മനഃശാസ്ത്രം എന്ന പുസ്തകത്തിലുണ്ട്. ഇങ്ങനെ അവർ ഈ പഠനം നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ട് തരത്തിലാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ സൈക്കിക് വൈബ്രേഷൻസ് അന്തരീക്ഷത്തിലുണ്ടാകുന്നു. അത് ചില വ്യക്തികളിൽ സംക്രമിക്കുന്നുണ്ട്. അങ്ങനെ മരിച്ചുപോയ ആളുകളെ ഈ സൈക്കിക്കായിട്ടുള്ള എബിലിറ്റി അത് മറ്റുള്ളവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമാണ് ഇന്ന് പ്രകടമായിട്ടുള്ളത്.